നമസ്കാരം. വിശ്വപ്രസിദ്ധമായ മേജർ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രോഹിണി മഹോത്സവം ഏപ്രിൽ 1 രാവിലെ പൊങ്കാലയോടെ തുടക്കമാകും. ശ്രീരാമ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ മഹാക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിലെ പ്രധാന ഉപദേവനായ ഇണ്ടളയപ്പ സ്വാമിയുടെ ഉത്സവമാണ് ചരിത്രപ്രസിദ്ധമായ രോഹിണി മഹോത്സവം. ഏപ്രിൽ 1 ആരംഭിക്കുന്ന ഉത്സവം ഗംഭീര പരിപാടികളോടെ ഏപ്രിൽ 8 സമാപിക്കും. ഏപ്രിൽ 2 ചരിത്രപ്രസിദ്ധമായ രോഹിണി മഹോത്സവം. അന്നേ ദിവസം രാവിലെ 4 മണിയോടെ വയൽ വാണിഭ മേളയ്ക്ക് തുടക്കമാകും. എല്ലാ വർഷത്തെയും പോലെ വിപുലമായി തന്നെയാണ് ഈ വർഷവും രോഹിണി മഹോത്സവം കൊണ്ടാടുന്നത്. ഏപ്രിൽ 2 നടക്കുന്ന ക്ഷേത്ര പരിസരത്തെ കച്ചവടം കാണാൻ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന മത്സ്യക്കച്ചവടം തന്നെ ഈ മഹാക്ഷേത്രത്തിലെ മതമൈത്രിയുടെ തെളിവാണ്. മറ്റെങ്ങും നമുക്ക് കാണാൻ കഴിയാത്ത ഈ മനോഹര കാഴ്ച ഒരുപക്ഷെ ഈ ക്ഷേത്രമുറ്റത്തെ കാണുകയുള്ളൂ. ഒരു വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങളും ഈ വയൽ വാണിഭ മേളയിൽ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് കാളവയിൽ നടക്കുന്ന കന്നുകാലി കച്ചവടവും. തമിഴ്നാട്ടിൽ നിന്നാണ് കന്നുകാലികളെ ഇവിടെ കൊണ്ടുവരുന്നത്. അതും ഈ മഹോത്സവത്തിന് മാറ്റുകൂട്ടുന്നു. ഇത്തിക്കരയാറിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രകൃതി സൗന്ദര്യം കൊണ്ടും വേറിട്ട് നിൽക്കുന്നു. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ വെളുന്നല്ലൂർ പഞ്ചായത്തിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രോഹിണി ഉത്സവത്തിന് ഭഗവാനെ ദർശിച്ച് സായുജ്യം നേടാൻ ഇവിടെ എത്തുന്ന ജനസാഗരം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. വരുന്ന ഭക്തർക്ക് വളരെ വിപുലമായ രീതിയിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഈ മഹോത്സവം കണ്ട് ഈ പുണ്യമായ മണ്ണിൽ ചവിട്ടുന്നവർ വീണ്ടും ഇവിടെ എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.